തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിൽ അപ്രതീക്ഷിത തിരിച്ചടിയായിരിക്കാം. എന്നാൽ LDF 3.0 എന്ന സ്വപ്നയാത്രയിൽ സംഭവിച്ച ഈ വീഴ്ച അപ്രതീക്ഷിതം എന്നതിലുപരി നേതാക്കളുടെ ഉള്ളിൽ ഞെട്ടലുണ്ടാക്കിയെന്നത് രഹസ്യമല്ല. 2010 സമാനമായ തിരിച്ചടിക്ക് പിന്നാലെ ഭരണസിംഹാസനം നഷ്ടമായ ചരിത്രം മുന്നിലുള്ളപ്പോൾ ഈ ഭയം ന്യായീകരിക്കാവുന്നതാണ്. വിവാദങ്ങളുടെ കരിനിഴലുകൾ, ഭരണ തുടർച്ചയുടെ ആലസ്യം, അമിത ആത്മവിശ്വാസം എന്നിവയെല്ലാം വിനയായി എന്നതാണ് വസ്തുത. സർക്കാരിൻ്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടുമെന്ന് ധീരമായി പ്രഖ്യാപിച്ച നേതൃത്വം ഭരണത്തിൻ്റെ അവസാന വർഷം ശക്തമായ ഭരണവിരുദ്ധ വികാരം ജനവിധിയിലൂടെ പുറത്തു വന്നത് അംഗീകരിക്കേണ്ട അവസ്ഥയിലാണ്. പ്രധാനമായും ഈ തിരിച്ചടി ഞെട്ടിച്ചത് കോർപ്പറേഷനുകളിലാണ്. അതിൽ കൊല്ലം കോർപ്പറേഷൻ്റെ പതനം പ്രത്യേകിച്ച്. കൊല്ലത്തെ സംഘടനാ പ്രശ്നങ്ങൾ ഈ ദുരന്തത്തിന് ആക്കം കൂട്ടി. കോഴിക്കോട് ഒഴികെ മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണത്തിനിറങ്ങിയ ഇടങ്ങളിലെല്ലാം ഫലം എതിരായി. കോഴിക്കോട്ട് പോലും UDFന് മുമ്പിൽ വിറച്ച ശേഷമാണ് ഭരണം നിലനിർത്തിയത്. അപ്പോഴും മേയർ സ്ഥാനാർത്ഥിക്ക് കാലിടറി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കടുത്ത മത്സരം നൽകുമെന്നറിഞ്ഞിട്ടും പ്രതിരോധിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. മേയർക്കും ഭരണസമിതിക്കുമെതിരെ ജനവികാരം ഉണ്ടായിട്ടും പരിഹാരമുണ്ടാക്കാൻ ഇടപെടലുണ്ടായില്ലെന്നതിൻ്റെ പരിണത ഫലമാണ് തലസ്ഥാനത്തെ തോൽവി. വിവാദങ്ങളിൽ ഇടറിയ കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങളെ വില കുറച്ചു കണ്ടതിന് ഇടതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചാരണ വിഷയമാക്കിയ ശേഷം അവസാന നിമിഷം വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങളിലേക്ക് അജണ്ട മാറ്റിയതും പാളിയെന്നത് ഉറപ്പാണ്. ന്യൂനപക്ഷ പ്രീണനം മൂലം ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്ന ധാരണയിൽ UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് വലിയ ചർച്ചയാക്കി ഉയർത്തി. എന്നാൽ ന്യൂനപക്ഷത്തെ എതിരാക്കിയപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ ഭൂരിപക്ഷ വോട്ടുകളും ചോർത്തിക്കളഞ്ഞു. വികസനം, അഴിമതിരഹിത ഭരണം, ക്ഷേമ പ്രവർത്തനങ്ങൾ, മുന്നണിയിലെ ഒത്തൊരുമ തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ പലതുണ്ടെന്ന് നേതൃത്വം വിശ്വസിച്ചെങ്കിലും താഴെത്തട്ടിൽ ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും പാർട്ടി ബ്യൂറോക്രസിയും പരാജയപ്പെട്ടു എന്ന വിമർശനത്തിന് ഇനിയും CPM മറുപടി നൽകേണ്ടി വരും. സോഷ്യൽ മീഡിയയിലടക്കം സഖാക്കളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ പാർട്ടിക്കുള്ളിലെ പലരും കാര്യങ്ങൾ ശരിയായി വിലയിരുത്തി തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ പേരിൽ CPM നടത്തുന്ന ചെയ്തികളുടെ അപകടകരമായ പരിണിതി അണികൾക്ക് മനസ്സിലായതുപോലെ നേതൃത്വത്തിനും മനസ്സിലായാൽ മാത്രമേ മുൻപുള്ള അവസ്ഥ തിരിച്ചുപിടിക്കാൻ സാധിക്കൂ. ഏതെങ്കിലും മതസംഘടനകളുടെ പേരിൽ ചാരി മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയും അതുവഴി ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്യാമെന്ന പ്ലാനാണ് ഇവിടെ ദയനീയമായി പാളിയത്. വർഗീയത എന്നത് ഒരു പാർട്ടി സർക്കുലർ പോലെയല്ല. അത് സമൂഹത്തിലേക്ക് ഇളക്കിവിട്ടാൽ പിന്നെ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിന് വേണ്ട ഇത്ര ഡോസ് വർഗീയത മാത്രം എന്ന് തീരുമാനിക്കാൻ പാർട്ടിക്കാവില്ല. അത് മനസ്സുകളെ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ അവർ കൂടുതൽ വീര്യം കൂടിയ ഡോസ് അന്വേഷിക്കും. എത്രയൊക്കെ ശ്രമിച്ചാലും ഹിന്ദുത്വ വർഗീയ പാർട്ടികളുടെ അത്ര വർഗീയത പറയാനോ നടപ്പിലാക്കാനോ ഒരു ഇടതുപക്ഷ കക്ഷിക്ക് സാധിക്കുകയുമില്ല. ഒടുവിൽ മൃദുവർഗീയത ഇഷ്ടപ്പെടാത്തവരുടെ വോട്ട് UDFനും തീവ്ര വർഗീയവാദം സ്വാധീനിച്ചവരുടെ വോട്ട് BJPക്കും പോകുന്ന ദുരവസ്ഥയുണ്ടായി. ഇത്തരത്തിലല്ലാത്ത ഒരു ശക്തമായ ഇടതുപക്ഷം കേരളത്തിന് ആവശ്യമാണ്. അതിന് വർഷങ്ങൾക്ക് മുൻപേക്ക് പോയി തിരുത്തലുകൾ ആലോചിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഇടതും വലതും ബാലൻസ് ചെയ്തു പോകുന്ന അവസ്ഥയാണ് കേരളത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു മുന്നറിയിപ്പാണ്.